ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് തീരെ സുഖമില്ല. എനിക്ക് പനിയും ജലദോഷത്തിൻ്റെ ആ ഒരു ഇതിപ്പം മാറി. സംഭവം ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് കാറ്റടിച്ചിട്ടായിരിക്കും. തീരെ വയ്യായിരുന്നു. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിലൊക്കെ പോയി ടെമ്പറേച്ചറൊക്കെ 101 ആയിരുന്നു. ഇപ്പം കുറവുണ്ട്. മെഡിസിൻ നന്നായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നന്നായിട്ട് ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം സൗണ്ടൊക്കെ കുറച്ച് ശരിയായി. അപ്പോൾ ഇന്നലെ രാത്രി മെഡിസിൻ എടുത്ത്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് കൂടാതിരിക്കണമെങ്കിൽ എടുക്കണം. അപ്പോഴത്തേന് ഞാൻ പല്ലൊക്കെ തേച്ചപ്പം മണി 6 മണി ആയില്ല. അപ്പം ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മി എന്നെ നേരത്തെ വിളിച്ചുണർത്തി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സിക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, അപ്പം പനിയായിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ചുമ്മാ വീഡിയോ എടുക്കണ്ടേ നമുക്ക്. അപ്പോൾ എന്തായാലും കാപ്പി പിടിക്കാൻ പോവാം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് മെഡിസിൻ ഉണ്ട് ഗൈസ്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ചമ്മന്തി, തേയില. ഞാൻ കഴിച്ചിട്ട് വരാം. കുറവുണ്ടപ്പച്ച? ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തെന്ന് ഞാൻ കണ്ടല്ലോ, പോയി എടുത്തു. കുറവില്ലെങ്കിൽ ഇന്നും കൂടെ പോണം. ഇന്ന് കുറവുണ്ട്. മതി മമ്മി. മീൻ നിർത്തിയാൽ കാപ്പി കുടിച്ച് ഇനി മരുന്ന് കഴിക്കാം. ഗൈസ്, മണി 6:15. ഞാൻ ഫുഡൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ എടുത്ത് പുറത്തിരിക്കണം. ഞങ്ങളുടെ കിച്ചൺ പുറത്താക്കി. അപ്പോൾ ഭയങ്കര തണുപ്പ് അവിടെയൊക്കെ. അതുകൊണ്ട് മമ്മി പറഞ്ഞു പുറത്തിരിക്കണ്ട, അകത്തുനിന്ന് കിടക്കുക. അപ്പം ഞാൻ പോയി കിടക്കാൻ പോകുന്നു. കിടന്നിട്ട് എണീക്കാം നമുക്ക്. മണി 8:15. ഞാൻ എണീറ്റ് അയ്യോ ഈ പനിയൊക്കെ വരുമ്പോഴുണ്ടല്ല, നമുക്ക് ഈ പനിയൊക്കെ പിന്നെ സഹിക്കാം. പക്ഷെ ഈ ദേഹം വേദന ഉണ്ടല്ല, ദേഹം വേദന, ഈ മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. മെഡിസിൻ രാവിലെ എടുത്ത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു ക്ഷീണം. ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. പിന്നെ നെഞ്ചൊക്കെ കിടുകിടുപ്പാവൂലേ. അങ്ങനെയാണ് ഞാൻ എണീറ്റ് വീണ്ടും പോയി ഫുഡ് കഴിച്ചത്. പനി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നണത്. നല്ല നല്ല വിശപ്പ് അപ്പോഴപ്പോഴാണ്. ഫുഡ് കഴിച്ച് ഇതാ വന്ന് ഇനി വീണ്ടും കിടക്കാൻ പോകണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. റൂം ഒതുക്കാനുണ്ട്. ട്രിപ്പ് പോയിട്ട് വന്നിട്ട് എല്ലാം അലങ്കോലമായിട്ട് കിടക്കണം. എല്ലാം ഒതുക്കാനുണ്ട്. അതൊക്കെ വൈകിട്ട് ചെയ്യാം. ഇപ്പം വീണ്ടും ചെന്ന് കിടക്കാൻ പോകണം. ഇതൊക്കെയാണ് സിക്ക് ഡേ ഇൻ മൈ ലൈഫ്. അവിടെ ഇതിൻ്റെ വലുതാണ് 40 രൂപ. വലുത് 40 രൂപ. ഇതെവിടെ പൊട്ടിയിരിക്കുന്നത്? എന്ത് വിശപ്പാണോ എന്തോ. മരുന്നോ
എന്ത് കഷ്ടം നോക്കല്ലേ ഗൈസ്. എന്നെ കണ്ടുകൂടാ, പക്ഷെ ഞാൻ ഇവിടെ ഉണ്ട്, കിടക്കണം. ഇനി 12 മണിക്കാണ് അടുത്ത മെഡിസിൻ കഴിക്കാനുള്ളത്. അപ്പോഴത്തേനും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് മെഡിസിൻ കഴിക്കാം. എൻ്റെ കണ്ണ് ബ്രൗൺ കളറിലിരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ കിടന്നുറങ്ങാൻ പോണു. ഞാൻ എണീറ്റ്, മണി 11:30 ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പനി വന്നാൽ ഇങ്ങനെ വിശക്കൂ? ഭയങ്കര വിശപ്പ്. ഒന്നും അങ്ങോട്ട് കഴിക്കുമ്പം ഭയങ്കര കയ്പ്പ്, വായൊക്കെ കയ്പ്പുണ്ട്, പക്ഷെ നല്ല വിശപ്പ്. ഞാൻ ഈ പ്ലേറ്റിലാണ് ഞാൻ കഴിക്കണം. അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് വോയിസ് കേൾക്കാമോ എന്തോ, എൻ്റെ അനിയനകത്ത് TV ഒക്കെ ഭയങ്കര വോളിയത്തിലിട്ട് ഫിലിം കാണുന്നു. അപ്പം ചോറ് കഴിക്കാൻ പോവാം. ചോറ് കഴിച്ചിട്ട് അടുത്ത മെഡിസിൻ കഴിക്കണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ഉണ്ട്, ഡ്രസ്സൊക്കെ അലക്കാനുണ്ട്. അതെന്തായാലും ഇന്ന് എനിക്ക് വയ്യ. മിക്കവാറും ഇന്ന് വൈകിട്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും. അപ്പം എന്തായാലും ചോറ് കഴിക്കാൻ പോവാം. നമ്മൾ ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ള ഡ്രസ്സെല്ലാം എന്താ വാരി വലിച്ചിട്ടേക്കണം. ഇതെല്ലാം ഞാൻ ഒതുക്കി വെക്കാൻ പോകണം. ഇപ്പം കുറച്ച് കുറവുണ്ട്. അത് കഴിഞ്ഞിട്ട് മമ്മി ഇതാണ്ട് അടുത്ത് 12:30 കഴിക്കാനുള്ള മെഡിസിനൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കാം. അപ്പം ഇപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. വലിയ ദേഹ അനങ്ങി ചെയ്യണ പണിയൊന്നും അല്ലല്ലോ ഇത്. അപ്പം ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് പന്ത്രണ്ടരയായി ഗൈസ്. അടുത്ത് മെഡിസിൻ കഴിക്കേണ്ട ടൈമായി. നമുക്ക് ഇത്രയും ഉണ്ട്, കഴിക്കണം. എനിക്ക് ഇങ്ങനെ മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അറപ്പൊന്നുമില്ല, അങ്ങ് കഴിക്കും. കുറവുണ്ട്. മെഡിസിൻ സമയത്തിന് കഴിച്ചാൽ പനി കുറയും. ഇപ്പൊ പനിയില്ല, ബോഡി പെയിൻ മാത്രമേ ഉള്ളൂ. ഇനി എന്തുവാ, കുറവുണ്ട്. ഇനി കിടക്കണില്ല, തലയൊക്കെ കെട്ടി ഒതുക്കി വെച്ച്. ഹലോ ഗായ്സ്, ഞാൻ ഉറക്കമൊക്കെ എണീറ്റ്, പനിയൊക്കെ കുറവുണ്ട്. ബോഡി പെയിന് ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലാതെ പനിയൊക്കെ കുറവുണ്ട്. ഞാൻ പിന്നെ എണീറ്റ് ചായയൊക്കെ ഇട്ട്, ചായയൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ ജംഗ്ഷനിൽ പോയി ഇത് വാഴയ്ക്ക ബജി, ഇതും ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ പിന്നെ വാഴയ്ക്ക ബജി എടുത്തു. ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ട് വാഴയ്ക്ക ബജി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറവുണ്ട്. രാവിലത്തേനെക്കാട്ടും നല്ല കുറവുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് എടുക്കാൻ വയ്യ. ഇവിടെ കുറേ ഒതുക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട, എന്ത് ഇഷ്ടപ്പെടാനില്ലേ, എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ടും വരും. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.